നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. കലങ്ങി മറിഞ്ഞൊരു മനസ്സുമായിട്ടാണ് ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു ചെയ്യണോ വേണ്ടേ എന്ന്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എന്നോട് സിന്ധു ചോദിച്ചത്, അണ്ണൻ ഇത്രയും പ്രയാസമുണ്ടെങ്കിൽ എന്തിനാ പത്രം വായിക്കുന്നതെന്നാണ് ചോദിച്ചത്. ടി വി ഞാൻ ഓൺ ചെയ്യാറില്ല. പത്രത്തിലെ വാർത്തകൾ വായിച്ച് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിറക്ക് വെള്ളം കിട്ടാതെ 3-4 ദിവസമായി പട്ടിണിയായി മണ്ണിനടിയിൽ കിടക്കുന്ന എത്രയോ പേരുണ്ടാവും എന്നാലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആഹാരം ഇറങ്ങുന്നില്ല എന്ന് പറയാം. ഇന്ന് ആഗസ്റ്റ് 2-ാം തീയതിയാണ്. ഇന്നത്തെ പത്രത്തിൽ 189 പേരെ മരണം സ്ഥിരീകരിച്ചു. ഇനി 425 പേരെ കണ്ടെത്താനുണ്ടെന്ന്. അതിലെത്ര പേര് ജീവനോടെ ഭൂമിക്കടിയിലുണ്ടെന്ന് അറിയില്ല. ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി, ഒരിറക്ക് ഭക്ഷണത്തിന് വേണ്ടി കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മണ്ണിലടിയിൽ കിടക്കുന്ന ആ ഹതഭാഗ്യരെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നമുക്ക് പുതിയ വാർത്തകൾ വരുമ്പോൾ പഴയത് മറന്നു പോകണമല്ലോ. കർണാടകയിൽ ലോറിയോടെ വെള്ളത്തിൽ പോയോ മണ്ണിനടിയിൽ പോയോ എന്നറിയാത്ത ഒരു അർജുൻ്റെ കാര്യം ഇപ്പോൾ എല്ലാവരും മറന്നു. അർജുൻ്റെ ഫാമിലിക്ക് മാത്രമേ കാണുള്ളൂ അതിൻ്റെ ഒരു വിഷമം. ഇപ്പോൾ വയനാട്ടിലെ ഈ ദുരന്തം, മുണ്ടക്കയിലെ താമസക്കാർ 2244 പേരാണെന്നാണ് സർക്കാരിൻ്റെ കണക്ക്. 270 വീടുകൾ. ഈ 2244 പേരിൽ 25 പേര് അതിന് താഴെ ഉള്ളൂ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ബാക്കി ഇവിടെ പോയി നാക്കു പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രശ്നം. ചൂരൽമലയിലാണെങ്കിൽ 1070 താമസക്കാരെന്നാണ് സർക്കാർ പറയുന്നത്. അതിൽ 526 വീടുകളിൽ 250 താഴെ വീടുകളെ ഇനി ബാക്കിയുള്ളൂ. അട്ടമല എന്ന് പറഞ്ഞ സ്ഥലത്ത് 1170 താമസക്കാർ, 300 വീടുകളിൽ 50 തകർന്നുപോയി. ദുരിതാശ്വാസ ക്യാമ്പിലാണെങ്കിൽ 2328 പേരുണ്ട് ഇന്നലെ വരെ. എനിക്ക് എന്തോ സിനിമയുടെ വിഷയം ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഈ ഹതഭാഗ്യരുടെ കാര്യം ആലോചിക്കുമ്പോൾ. 4584 പേരെ നേരിട്ട് ബാധിച്ചു എന്ന് പറയുന്നു ഈ ഉരുൾപൊട്ടൽ. 348 വീടുകൾ പാടെ തകർന്നു പോയി. 635 ഹെക്ടർ കൃഷിസ്ഥലങ്ങളാണ് ഒലിച്ചങ്ങ് പോയത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന മുണ്ടക്കയിലേക്ക് പട്ടാളത്തിൻ്റെ ബെയിലി പാലം ഇന്നലെ തുറന്നു. ഒരു ക്ലാസ് 24 ബെയിലി ബ്രിഡ്ജാണ്. ഇതിൽ ഏത് ഭാരവാഹനങ്ങളും നമ്മളിവിടെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള എല്ലാ ഭാരവാഹനങ്ങളും കടക്കാൻ പറ്റും, അത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഒരു ബ്രിഡ്ജ് സ്റ്റേറ്റ് ഗവൺമെൻറ് പണിയുന്നത് വരെ ഞങ്ങൾ ഈ പാലം ഇവിടെ വയ്ക്കും, ഉപയോഗിക്കാൻ കഴിയും. സാധാരണ ആൾക്കാർക്കും ഗവൺമെൻറ് ഉപയോഗിക്കാൻ കഴിയും. എന്ന് വരെ സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മുടെ ആവശ്യമുണ്ടോ അന്ന് വരേക്കും ആർമി ഇവിടെ ഉണ്ടാവും. അതുവരേക്കും നമ്മൾ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ നാട്ടിൽ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നതാണ്, ഈ നാട്ടിൽ കോടതിയും പട്ടാളവും ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും. 26 മണിക്കൂർ കൊണ്ട് 190 അടി പാലമാണ് പട്ടാളക്കാർ നിർമ്മിച്ചത്. 245 ടൺ ഭാരമുള്ള വാഹനങ്ങൾ വരെ ഇനി അതിലേക്ക് കടത്തിവിടാം. മണ്ണുമാന്തി യന്ത്രം അടക്കം കൊണ്ടുപോകാമെന്നതിനാൽ ആട്ടമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിടങ്ങളിലെല്ലാം ഇനിയിപ്പോൾ ഇന്നു മുതൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ദ്രുതഗതിയിലാക്കാൻ കഴിയും ഈ പാലം വന്നതുകൊണ്ട്. എന്നെ ഏറ്റവും വലിയ വേദനിപ്പിച്ച ഒരു രംഗമെന്ന് പറയുന്നത്, 1 വയസ്സ്, 2 വയസ്സ്, 4 വയസ്സുള്ള 3 കുട്ടികളെ ഒരു പാറയുടെ മുകളിൽ വലിച്ചു കെട്ടിയ ഷീറ്റിനടിയിൽ അടുപ്പിൻ്റെ ചൂട് പറ്റി 3 ദിവസമായിട്ട് കുടിവെള്ളം പോലും കുടിക്കാൻ കഴിയാതെ പേടിച്ചരണ്ടിരുന്ന 3 കുട്ടികളെ നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തുന്നൊരു കാഴ്ച കണ്ടു.
ശാന്ത എന്നാണ് അമ്മയുടെ പേര്. അവരും 3 വയസ്സുള്ള ഒരു കുട്ടിയും നേരത്തെ അവിടുന്ന് എങ്ങനെയോ അവശരായി രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ് വർഷാവർഷം പ്രസവിച്ച ഒരു സ്ത്രീയാണ് ശാന്ത. മുകളിൽ ഭർത്താവ് കൃഷ്ണനും 1, 2, 4 വയസ്സുള്ള കുട്ടികളും കുടുങ്ങി എന്നുള്ള വിവരം അവരാണ് പുറം ലോകത്തെ അറിയിച്ചത്. അപ്പോൾ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാടും മേടും ഒക്കെ താണ്ടി കൽപ്പറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആഷിഫ്, മുണ്ടക്കയം ഫോറസ്റ്റ് ഓഫീസർ ജയചന്ദ്രൻ, അനിൽകുമാർ, അനൂപ് തോമസ്, കണ്ണൻ ഇവരെല്ലാവരും കൂടി മല കയറി. ഒരു ഉടുവസ്ത്രം പോലും ധരിച്ചിട്ടില്ല. മുഷിഞ്ഞ ദേഹം, ചെളിയിൽ കുളിച്ച് പാറിപ്പറന്ന തലമുടിയുമായി 3 കുഞ്ഞുങ്ങൾ മേശക്കടിയിൽ. 4 ദിവസമായി തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. കൈവശമുള്ള വെള്ളം കൊടുക്കുമ്പോൾ ആ കുട്ടികൾ കുടിക്കുന്ന കാഴ്ചയെ കണ്ട വലിയ വിഷമം തോന്നി. 4 കിലോമീറ്റർ ചെങ്കുത്തായ മലയിൽ ഈ കുട്ടികളെയും കൊണ്ട് ഇറങ്ങാൻ 7 മണിക്കൂർ എടുത്തു. എന്നാലും ആ കുട്ടികളെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. കൃഷ്ണൻ ആദ്യം പറഞ്ഞു ഞാൻ വരില്ല, ഞങ്ങൾ വരില്ല എന്നൊക്കെ വാശി പിടിച്ചു നോക്കി. അയാളെ ഒരുപാട് നേരം സംസാരിച്ച് സമാധാനിപ്പിച്ചാണ് താഴെ ഇറക്കിയത്. നമ്മുടെ തിരുവനന്തപുരത്തെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് സൈനിക സംഘം IAF എയർക്രാഫ്റ്റ് വഴി കോഴിക്കോട്ടിറങ്ങി അവിടുന്ന് വാഹനങ്ങളിൽ വയനാട്ടിലേക്ക് പോയി. അതുപോലെ കണ്ണൂരിലും കൊച്ചിയിലുമുള്ള പട്ടാളക്കാരെയും അവിടെ വിന്യസിച്ചിട്ടുണ്ട്. നമ്മളെ കേരളം എന്നല്ല, ലോകം തന്നെ നിലനിൽക്കുന്നത് നല്ല മനസ്സുള്ള ആളുകളെ കൊണ്ടാണ് എന്ന് ഞാൻ പറയും. 2 അമ്മമാർ പരസ്യമായിട്ട് 2 യുവതികളായ അമ്മമാർ പറഞ്ഞു, പിഞ്ചു കുട്ടികൾക്ക് മുലപ്പാൽ നൽകണമെങ്കിൽ ഞങ്ങൾ നൽകാമെന്ന് ഒരു ഷാനിബ, അസീസിൻ്റെ ഭാര്യ ഷാനിബയും ഇടുക്കി സ്വദേശിയായ സജിൻ്റെ ഭാര്യ ഭാവനയും പരസ്യമായി പറഞ്ഞു. ഏതോ ഒരു ദ്രോഹി ആ പോസ്റ്റിൻ്റെ താഴെ എഴുതിയത് ഇവളെന്താ ജേഴ്സി പശുവാണോ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിഞ്ചു കുട്ടികൾ മുലപ്പാലല്ലാതെ വേറൊന്നും കഴിക്കാൻ പറ്റാത്ത പ്രായമുള്ള കുട്ടികൾക്ക് എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്ന പോലെ തന്നെ ഞാൻ മുലപ്പാൽ നൽകാമെന്ന് പറഞ്ഞ ആ അമ്മമാരെ കുറിച്ച് ഒരു സാമദ്രോഹി എഴുതിയതാണ്. ഇവളെന്താ ജേഴ്സി പശുവാണോ എന്ന് എല്ലാവർക്കും പാൽ കൊടുക്കാൻ. ഇവനെയൊക്കെ പിറന്ന സമയത്ത് അങ്ങ് കമത്തിയിട്ട് കൊല്ലണമായിരുന്നു എന്ന് ഞാൻ പറയും. സാമദ്രോഹികൾ. നിങ്ങൾക്ക് ഞാൻ മുമ്പൊരു കഥയിൽ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇവിടെ ചെറിയങ്കിലുള്ള ഒരു അബ്ദുൽ ഖാദറിൻ്റെ കുട്ടിക്കാലത്ത് ഒരു വലിയ അസുഖം വന്നു, മാറാ രോഗം. ഒരു വൈദ്യരെ കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു 600 തുടം മുലപ്പാൽ കിട്ടിയാൽ, 600 തുടം അന്നത്തെ അളവാണ്, ഞാനൊരു മരുന്നുണ്ടാക്കിത്തരാം, ഒരു കഷായം ഉണ്ടാക്കിത്തരാം. ആ കഷായം കൊടുത്താൽ ഈ അസുഖം മാറും എന്ന് പറഞ്ഞപ്പോൾ ചിറയൻകീഴിലെ അമ്മമാരെല്ലാവരും ജാതി മതം ഒന്നും നോക്കാതെ ചിറയൻകീഴിലെ അമ്മമാരെല്ലാവരും കൂടി മുലപ്പാൽ കൊടുത്ത് അതിൽ മരുന്നുണ്ടാക്കി കൊടുത്ത അബ്ദുൽ ഖാദറാണ് പിന്നീട് പ്രേം നസീറായി മലയാള സിനിമയിൽ വിരാജിച്ചത്. ഈ ഹീന മനസ്സോടെ സംസാരിക്കുന്ന അവൻ്റെ അമ്മയോട് ഇങ്ങനെ പറയുമോയെന്ന് എനിക്കറിയില്ല. മുലപ്പാൽ കൊടുക്കുന്ന അമ്മയെ ജേഴ്സി പശു എന്ന് വിളിക്കുന്നവനെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. യവനും ഭാവിയിൽ കല്യാണമൊക്കെ കഴിക്കുമല്ലോ. ഈ സാമദ്രോഹികൾക്ക് കുട്ടികളുണ്ടാവാതെ പോട്ടെ എന്ന് ഞാൻ പറയും. എത്ര ക്രൂരമെന്ന് നിങ്ങൾ ആലോചിച്ചു. സർക്കാർ പറയുന്നു ഭക്ഷണം കൊണ്ടുപോയി കൂട്ടരുതെന്ന്. കാരണം തിരുവനന്തപുരം മുതൽ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് ഭക്ഷണവും വസ്ത്രവും മരുന്നും വെള്ളവും ഒക്കെ എത്തിക്കുകയാണല്ലോ. അത് ആവശ്യത്തിലധികം ഡംപ് ചെയ്യരുതെന്ന് സർക്കാർ പറയുന്നു. ഇതിനിടയിൽ കേട്ടൊരു വാർത്ത, അവിടെ ആവശ്യമില്ലാതെ വന്ന ഭക്ഷണങ്ങളൊക്കെ ജീപ്പിൽ കയറ്റി കണ്ണൂർ ഭാഗത്തേക്ക് ചില തെമ്മാടികൾ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നു. അതൊക്കെ അറിഞ്ഞിട്ടായിരിക്കണം സർക്കാർ അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടറിൽ ഇപ്പോൾ ഉള്ള അരുണുണ്ടല്ലോ, മൊട്ട അരുൺ എന്നാണ് ഞാൻ വിളിക്കാറ്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഉടക്കിയിട്ടുണ്ട്. ആ അരുണിന് ഏതോ ഒരു അവാർഡ് കിട്ടി, 25,000 രൂപ. അയാളപ്പം തന്നെ ആ 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. അതിനൊരുത്തൻ എഴുതിയിരിക്കുന്നത് ഞങ്ങളെന്ത് വേണോടാ എന്നാണ്, ഞങ്ങളെന്ത് വേണോടാ മൊട്ടെ എന്നാണ് ഒരുത്തൻ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഇവൻ്റെയൊക്കെ മനസ്സ് ഇരുമ്പ് കൊണ്ടാണോ ഉണ്ടാക്കിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കേരളത്തിൽ എന്താ പറയുക, ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒന്നും വർഗീയ പാർട്ടികളുടെ ഒന്നും ചേരിതിരിവില്ലാതെ ഒരു ഒത്തൊരുമ കാണണമെങ്കിൽ മോർച്ചറികളുടെ മുന്നിൽ കിടക്കുന്ന നീണ്ട ക്യൂവിൽ കിടക്കുന്ന ആംബുലൻസുകളുടെ പേര് വായിച്ചു നോക്കണം. എനിക്ക് അതിശയം തോന്നി. നമ്മൾ രാഷ്ട്രീയപരമായി എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാവരും എതിരാളിയെ തോൽപ്പിക്കാൻ എന്തും പറയുന്ന എന്തും ചെയ്യുന്ന കാലമാണ്. പക്ഷേ ഒരു ദുരന്തം വന്നപ്പോൾ ആശുപത്രിയുടെ മുന്നിൽ അജ്ഞാതരായ ആരെന്ന് പോലും അറിയപ്പെടാത്ത കൈകാലുകളില്ലാത്ത നൂറുകണക്കിന് ശവങ്ങൾ കൊണ്ടുപോകാനായി, മൃതശരീരങ്ങൾ കൊണ്ടുപോകാനായി ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗീയത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നും കാടില്ലാതെ
ആംബുലൻസുകൾ സജ്ജമായി കിടക്കുന്ന കണ്ടപ്പോൾ അതിലെ പേരുകൾ വായിച്ചപ്പോൾ എനിക്ക് അതിശയം തോന്നി. അതുപോലെ തന്നെ ഒരു പശു പ്രസവിച്ചു. എന്തൊക്കെ പറഞ്ഞാലും പശുവല്ലേ, അത് പ്രസവിച്ച് കുഞ്ഞ് എനിക്ക് തോന്നുന്നു ആ വെള്ളത്തിലോ ഒഴുക്കിലോ മണ്ണിലോ ഒക്കെ പെട്ട് മരിച്ചുപോയി. ഈ പശുവിൻ്റെ അകിട് മുഴുവൻ വീർത്ത് നിൽക്കുന്നു, പാല് കുടിക്കാൻ കുട്ടിയില്ലല്ലോ. ആ അകിടിൽ നിന്ന് പാല് പിഴിഞ്ഞു കളയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ രംഗം ഞാനൊരു വീഡിയോ കണ്ടു. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണെന്നേ നമ്മളെ ഈ ലോകം ഇങ്ങനെ നിൽക്കുന്നത്. ആഹാരം ദുരിതാശ്വാസം നടത്തുന്ന അപരിചിതന് വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടു. അവിടെ ജോലി കളിച്ചത് ദേഹമാസകലം കയ്യിലും മുഖത്തും ഒക്കെ ചെളിയായിട്ട് നിൽക്കുന്ന ഒരുത്തന് വേറൊരു ആൾ, ഒരു അപരിചിതൻ അപ്പമോ ദോശയോ എന്തോ പിച്ച് വായിൽ വെച്ച് കൊടുക്കുന്ന ഈ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ മകുട ഉദാഹരണങ്ങളാണിതൊക്കെ. അതുപോലെ തന്നെ പ്രളയകാലത്ത് തൻ്റെ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും പ്രളയബാധിതർക്കായി നൽകിയ കൊച്ചിയിലൊരു നൗഷാദുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് പാവം തോന്നും നൗഷാദിന്. ആ നൗഷാദ് വയനാട്ടിൽ ഇങ്ങനെ ഉരുൾപൊട്ടി എന്ന് പറഞ്ഞപ്പോൾ കടയിൽ കിടന്ന മുഴുവൻ അയാളും അയാളുടെ ബീവിയും കൂടെ ചേർന്ന് വാരി കെട്ടുന്നു കൊണ്ടുപോകാനായിട്ട്. അവിടേക്കാണ് ഞാൻ ചെറുതായി പോകുന്നല്ലോ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കൊന്നും ഇത്രയും വിശാലമായി ചിന്തിക്കാനുള്ള മനസ്സ് എനിക്കിപ്പോഴും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മളെ സിനിമാ നടി നിഖില വിമൽ ദുരിതാശ്വാസ ക്യാമ്പിലിരുന്ന് എന്താ പറയുക മേൽനോട്ടം വഹിച്ചിരിക്കുന്ന കാഴ്ച, രാപകലില്ലാതെ ആ കുട്ടി നിഖില വിമൽ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ആ കുട്ടിയോട് ഒരു വലിയ സല്യൂട്ട് കൊടുക്കണമെന്ന് തോന്നി. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക്, അനാഥരായിപ്പോയ കുഞ്ഞുങ്ങൾക്ക് +2 വരെ പഠിക്കാനുള്ള മുഴുവൻ പഠന ചെലവും ഞാൻ നൽകാമെന്ന് മമ്മൂട്ടി വാഗ്ദാനം ചെയ്തു. തൻ്റെ ലക്ഷങ്ങൾ വിലയുള്ള ഗിഫ്റ്റൊക്കെ കിട്ടിയതായിരിക്കും. ലക്ഷങ്ങൾ വിലയുള്ള വാച്ചുകൾ വിറ്റാൽ 87 ലക്ഷം രൂപ കിട്ടും. ആ 87 ലക്ഷം രൂപയും ഞാൻ ദുരിതാശ്വാസത്തിനായി നൽകാമെന്ന് മോഹൻലാൽ പരസ്യമായിട്ട് പറഞ്ഞു. ഒരു നൂറ്റാണ്ടിനിടയ്ക്ക് കേരളം കണ്ട മഹാപ്രളയത്തിൽ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി നിലകൊള്ളുകയും അവരുടെ പുനരധിവാസത്തിനായി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ സ്നേഹാദരങ്ങൾ. എൻ്റെ മാതാപിതാക്കളുടെ പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷന്റെ സന്നദ്ധ പ്രവർത്തകർ വയനാട്ടിലെ ഉൾപ്രദേശങ്ങളിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി ഇന്നിറങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ വയനാടൻ ഊരുകളിലെ 2000-ഓളം കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരുവാനാണ് ഞങ്ങളുടെ പരിശ്രമം. ഒരു കുടുംബത്തിന് ഒരു ആഴ്ചക്കാലത്തേക്കുള്ള ആവശ്യ സാധനങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ഒരുപാട് പേരുടെ സഹായഹസ്തങ്ങളിലൂടെ നമ്മുടെ കേരളം ഈ പ്രതിബന്ധങ്ങളെ അതിജീവിക്കും. അതിനായി നമ്മൾക്ക് ഒത്തുചേരാം. ഡു ഫോർ കേരള. ഇതൊക്കെ കാണുമ്പോഴും ഒരു ചാനലിൽ ഒരു അവതാരക ഹാർമോണിയപ്പട്ടിയും വെച്ചോണ്ടിരിക്കുന്ന ഒരു അലവലാതി ചെറുക്കൻ, സത്യം പറഞ്ഞ അവനെയൊക്കെ റോഡിലിട്ട് അടിക്കണമെന്ന് ഞാൻ പറയും. വൃത്തികെട്ടവൻ. അവൻ അതിലിരുന്ന് വാചം അടിക്കുക, ഹാർമോണിയപ്പട്ടിയും പിടിച്ചു വെച്ചോണ്ട്. കഴിഞ്ഞ പ്രളയകാലത്ത് ഒരു സുബൈദ എന്ന് പറഞ്ഞൊരു ഉമ്മ ആടിനെ വിറ്റ് അതിൻ്റെ പൈസ കളക്ടറെ ഏൽപ്പിച്ചിരുന്നു. ഈ ദാരുണമായ ഉരുൾപൊട്ടൽ നടന്ന നാട്ടിൽ കേരള മുഖ്യമന്ത്രിക്ക് ഈ സുബൈദമാർ ആടും കൊടുക്കില്ല, 10 പൈസയും കൊടുക്കില്ല, കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട്, ഞാൻ പറയുന്നത് മറുനാടൻ സാജൻ്റെയൊക്കെ പേരിൽ നിന്ന് എന്തോ കേസെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ഈ ചാനലുകാരന് എന്തോ കൊമ്പുണ്ടോ? ഈ അവതാരകൻ്റെ പേരിൽ കേസെടുക്കണ്ടേ? ദേശീയ സുരക്ഷിതത്വ നിയമം അനുസരിച്ച് കേസെടുക്കണം. ജാമ്യമില്ല വകുപ്പിട്ട് കേസെടുക്കണം ഇവൻ്റെ പേരിൽ, ഈ തെമ്മാടിയുടെ പേരിൽ, അലവലാതിയുടെ പേരിൽ. അവൻ പറയാ 10 പൈസ ഈ സുബൈദന്മാർ തരില്ല.
പ്രളയകാലത്ത് അവർ ആടിനെ വിറ്റ് കൊടുത്തതിൻ്റെ ഇത് വെച്ചാണ് അവൻ സംസാരിക്കുന്നത്. തൊട്ട് നെക്സ്റ്റ് ഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കൊച്ചു കൂരയിൽ ചായക്കട നടത്തുന്ന ആളാണ് ഈ സുബൈദ ഉമ്മ. 10,000 രൂപ ചായക്കടയിൽ നിന്ന് കിട്ടിയ വരുമാനവും പിന്നെ പെൻഷൻ കിട്ടിയ 2 പേർക്ക് കിട്ടിയ പെൻഷനും എനിക്ക് 10,000 രൂപ ഒരു പലിശ കൊടുക്കണമായിരുന്നു. ആൾക്കാരെ എനിക്ക് സ്വർണ്ണമൊക്കെ പിടിച്ച് പണയം വെച്ചിട്ട് അത് കൊടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ പോയി ബാങ്കിൽ നിന്ന് എടുത്തതാണ്. വീട്ടിൽ കൊണ്ടുവച്ച് അന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഇന്നലെ രാവിലെ ചായ കടയിൽ നിന്ന് വീട്ടിൽ ചെന്ന് വാർത്ത ഇട്ടപ്പോഴാണ് വാർത്ത പറയുന്നത്. അപ്പം ഇത് എല്ലാവരും സഹായങ്ങളും ചെയ്യാനുള്ളത്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യുക, ആ പൈസ എടുത്ത് പെട്ടെന്ന് സാരി എടുത്ത് കൊടുത്ത് കളക്ടറേറ്റിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് പലിശയൊക്കെ അവിടെ കിടക്കട്ട് ഇത് കൊണ്ടുവന്ന് കൊടുക്കും. അവർ ചായ അടിക്കുന്നതിനിടയിൽ നല്ല പ്രായമുണ്ട്. അവർ ചായ അടിക്കുന്നതിനിടയിൽ അവർ പറയുകയാണ്, ആർക്കോ കടം വീട്ടാനായിട്ട് 10,000 രൂപ റെഡിയാക്കി വെച്ചിരുന്നു. ഭർത്താവ് പറഞ്ഞു, കടമൊക്കെ പിന്നെ വീട്ടാം, നീ ആ പൈസ എടുത്ത് കളക്ടർക്ക് കൊണ്ടുകൊടുക്കും. അവർ പറയാം, എനിക്ക് നേരിട്ട് വയനാട്ടിൽ കൊണ്ടു കൊടുക്കാൻ കഴിയില്ലല്ലോ, ഞാൻ കൊണ്ടുവന്ന് കളക്ടറെ ഏൽപ്പിച്ചോ 10,000 രൂപ, ഇനി കടം എങ്ങനെ വീട്ടണമെന്ന് ആലോചിക്കണം എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല എൻ്റെ ഭർത്താവും എൻ്റെ മരുമകനും ഒക്കെ എന്താ പറയുക, ഈ ദുരിതത്തിൽ സഹായിക്കുമെന്ന് അവർ പറയും. കടം നാളെ എങ്ങനെയും വീട്ടാമെന്നാണ് അവർ പറയുന്നത്. ജീവൻ ബാക്കി നിൽക്കുമെങ്കിൽ കടം വീട്ടാമെന്നാണ് അവർ പറയുന്നത്. ഈ ഹാർമോണിയ ടീം വെച്ച് കഥാപ്രസംഗം നടത്തുന്ന ഈ തെമ്മാടി ചെറുക്കനോട് എനിക്ക് പറയാനുള്ളത്, അലവലാതിയോട് എനിക്ക് പറയാനുള്ളത്, കേരളം നീ എന്നും പറയുന്ന ഒരു വാചകവും ഏറ്റെടുക്കില്ല. എറണാകുളത്ത് ഒരു ജട്ടി നേതാവുണ്ടല്ലോ, ജട്ടി പൊക്കി കാണിക്കുന്ന ഒരുത്തൻ, അവനും പറയുന്നു 10 പൈസ കൊടുക്കരുത്, എല്ലാവരും ദുരിതാശ്വാസം സ്വന്തമായി ചെയ്യണമെന്നാണ് അവൻ പറയണത്. 1000 രൂപ എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായി എങ്ങനെ ദുരിതാശ്വാസം നടത്തും 1000 രൂപ വെച്ച്? അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുത്താൽ അതിൽ നിന്ന് 10 പൈസ പോലും മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് വകമാറ്റി ചിലവാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ വിവരം കെട്ടവനാണ് ഈ വാർത്ത വായിക്കുന്നതിന് ഈ ജട്ടിപ്പൊക്കി കാണിക്കുന്നതിനെന്ന് ഞാൻ പറയും. പൊട്ടത്തരവും അല്പത്തരവും വിളിച്ചു പോകുന്ന യവനെയൊക്കെ ജനം കൈവയ്ക്കുന്ന കാലം വിദൂരമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യവൻ്റെയൊക്കെ ഭാവി എന്ന് പറഞ്ഞാൽ ആ ചിട്ടി മുതലാളിയാണല്ലോ ചാനലിൻ്റെ ഉടമസ്ഥൻ. ആ ചിട്ടി മുതലാളി വിചാരിച്ചാൽ മതി. മുഖ്യമന്ത്രി വിളിച്ച് ചിട്ടി മുതലാളികൾ പറഞ്ഞത് ആ അലവലാതി അതിൽ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ താനുമായിട്ട് ഞാനൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ യവൻ്റെ ജാതകം അന്ന് തീരും. പക്ഷേ ഇവൻ്റെ വാചകമടി കേട്ടാൽ കേരളത്തിൽ മുഴുവൻ ഇവൻ്റെ കഥാപ്രസംഗം കേൾക്കാൻ ആളിരിക്കും. ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാസങ്ങളായിട്ട് ഈ ചാനൽ വയ്ക്കാറില്ല. കാരണം ഈ ഗജപോക്കരിയായ ചെറുക്കനാണ് മിക്കവാറും ദിവസം രാത്രി തള്ളക്കി വിളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ആരെ എന്തും പറയും. മറ്റ് ചാനലുകളെ എല്ലാം തോൽപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ഇവനെ കയറൂരി വിട്ടിരിക്കുന്നത്. ഇവനെയൊക്കെ ജനം റോഡിലിട്ട് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറയും. എൻ്റെ പേര് കേസെടുക്കണമെങ്കിൽ എടുത്തോട്ടെ. കൊല്ലത്ത് പട്ടാഴി എന്ന് പറഞ്ഞ പ്രശസ്തമായ പട്ടാഴി ദേവീക്ഷേത്രമൊക്കെ ഉള്ള പ്രശസ്തമായ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ 69 സ്വയം തൊഴിൽ ജോലിക്ക് പോകുന്ന, സ്വയം തൊഴിൽ പദ്ധതിക്ക് പോകുന്ന 67 പേര്, 67 സ്ത്രീകൾ ചേർന്ന് 3750 രൂപയും പിരിച്ച് അതിലൊരു തൊഴിലാളിയുടെ അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത പട്ട് സാരിയും എടുത്ത് അവർ കൊല്ലത്ത് കൊണ്ടുവന്ന് പട്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിച്ചു. ഇത് എത്രയും പെട്ടെന്ന് വയനാട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത് മിലിറ്ററി ഉദ്യോഗസ്ഥയായ മേജർ സീത ഷർക്ക. ഈ ബെയിലി പാലം നിർമ്മിക്കുന്നതിന് മേൽനോട്ടം നൽകി അവർ നിൽക്കുന്നു. പെണ്ണ് എന്നുള്ള നിലയ്ക്ക് പട്ടാളത്തിലായാലും ശരി പെണ്ണിനും അർഹമായ സ്ഥാനമുണ്ടെന്ന് അവർ തെളിയിക്കുന്ന രീതിയിലുള്ള അവരുടെ നിൽപ്പും ഒക്കെ വീഡിയോയും സ്റ്റില്ലും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. തൊടുപുഴയിലുള്ള മഹാറാണി ടെക്സ്റ്റൈൽസ്, മഹാറാണി വെഡ്ഡിങ് കളക്ഷൻ സെൻറ്റർ ഒരു വണ്ടി നിറച്ചാണ്. ഒരു വണ്ടിയിൽ ഇനി ഈ സ്ഥലമില്ല സാധനം കയറ്റി വിട്ടത്. അവർ പറയാണ്, അതിൻ്റെ ഉടമസ്ഥൻ പറയാണ്, വയനാട്ടിലേക്ക് പോകാൻ ഏതെങ്കിലും സംഘടനയ്ക്ക് സഹായം വേണം എന്ന് പറഞ്ഞാൽ എന്നെ സമീപിക്കൂ, ഞാൻ തരാം എന്നാണ് പറയുന്നത്. വയനാട്ടിലുണ്ടായ ദുരന്തം എല്ലാ മനുഷ്യരുടെയും മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ഈ അവസരത്തിൽ തൊടുപുഴയിലെ മഹാറാണി ടെക്സ്റ്റൈൽസ് അവരുടെ മനുഷ്യ സ്നേഹപരമായ പെരുമാറ്റത്തിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ വയനാട്ടിലേക്ക് ഒരു വണ്ടി നിറയെ ബ്ലാങ്കറ്റുകൾ അയക്കുകയാണ്. നമസ്കാരം. നമ്മുടെ വയനാട് സംഭവിച്ച ദുരന്തമുഖത്തേക്ക് മഹാറാണിയിൽ നിന്നും ഇന്ന് കുറച്ച് തുണിത്തരങ്ങളുമായി നമ്മുടെ ഒരു വാഹനം പുറപ്പെടുകയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, തൊടുപുഴയിൽ നിന്നും സന്നദ്ധ പ്രവർത്തനവുമായി ക്ലബ്ബുകളോ
എന്ത് സംഘടനകളോ പുറപ്പെടുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും മഹാറാണിയെ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ സംഘടനകൾക്കും, വയനാട്ടിലേക്ക് പോകുന്ന എല്ലാ സംഘടനകൾക്കും, എല്ലാ പ്രവർത്തകർക്കും മഹാറാണിയുടെ ഒരു ചെറിയ കൈത്താങ് ഉണ്ടാവുമെന്നും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നന്ദി. നമ്മൾ ഈ താറ് നിറച്ച് ഒരുപാട് സാധനങ്ങൾ വാങ്ങി ഇതെല്ലാം നാളെ നമ്മൾ വയനാട്ടിൽ എത്തിക്കുന്നതായിരിക്കും. മെയിനായിട്ട് ഞാൻ നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടിയല്ലേ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഈ താർ ഉൾപ്പെടെ നാളെ വയനാടിന് വേണ്ടി കൊടുക്കുകയാണ്. നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ വണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ വെള്ളത്തിലിറക്കോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് കംപ്ലൈന്റ് വന്നാലും ഞാൻ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല അതിലെനിക്ക്. അതുപോലെ ഈ സാധനങ്ങളെല്ലാം എങ്ങനെ ഇരിക്കും, നമ്മൾ ചെറിയ ചെറിയ കടകളിൽ നിന്ന് പല കടകളിൽ കയറിയാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചത്. അവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റിലൊന്നും കയറാതെ ഇങ്ങനെയുള്ള ചെറിയ കടകളിൽ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചത്. അവിടെ ഈ ബേസ് ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് ഇങ്ങനെ ആയിരിക്കത്തില്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഇതെല്ലാം ബോക്സുകളിലാക്കി പാക്ക് ചെയ്തായിരിക്കും നമ്മൾ അവിടെ എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം മേടിച്ച് നബിൽ ബ്രോ ആൻഡ് ടീം ഗീവ് അവേ ക്യാൻസൽ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ വയനാട്ടിൽ ചെന്നൊരു എമൗണ്ട് അവിടെ കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ എല്ലാവരും വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ TV-യിൽ കാണുന്ന പോലെ ദൃശ്യമല്ല വയനാട്ടിൽ ഇപ്പോൾ നടന്നത്. പ്രകൃതിയുടെ ഒരു ഭീകരതയുടെ മുഖമാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നത്. മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങൾ വയനാടിനെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നെങ്കിൽ ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, ബൈ. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു റേഡിയോ ജോക്കി ഉണ്ടല്ലോ, പ്രശസ്തനായ കിടിലം ഫിറോസിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ചെറുപ്പക്കാർ ചേർന്ന് 5 ലോഡ് സാധനമാണ് തിരുവനന്തപുരത്ത് നിന്ന് കയറ്റിവിട്ടത്. തുണികളായിട്ടും മരുന്നുകളായിട്ടും വെള്ളമായിട്ടും ഒക്കെ ഭക്ഷണ സാധനങ്ങളും ഒക്കെ ആയിട്ട് 5 ലോഡ് കയറ്റിവിട്ടു കോഴിക്കോട്ടേക്ക്. ഇനി അങ്ങോട്ട് ഈ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുള്ള അറിയിപ്പനുസരിച്ച് തൽക്കാലം നിർത്തിവെക്കാനൊക്കെയാണ് പറയുന്നത്. അപ്പം ഞങ്ങളത് മറ്റുള്ളവരും കൂടിയിട്ടൊക്കെ ആലോചിച്ചിട്ട് അത് എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇനിയുള്ള ലോഡുകൾ പോവുള്ളൂ. ഇപ്പോൾ ഈ പോകുന്ന 4 ലോഡുകൾ, ടോട്ടൽ 5 ലോഡുകളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ഞങ്ങൾ കയറ്റി അയച്ചത്. അതൊക്കെ കൃത്യമായിട്ടുള്ള എത്തിക്കേണ്ട കൈകളിൽ തന്നെ എത്തട്ടെ എന്ന് നിങ്ങളെപ്പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള പരമാവധി പരിശ്രമം ഞങ്ങൾ നടത്തുകയും ചെയ്യും. നിങ്ങൾ കൂടെ ഉണ്ടെന്ന്. താങ്ക്സ് അടാ. ഇപ്പോൾ നമ്മുടെ 4 വാഹനങ്ങൾ കയറിപ്പോയിട്ടുണ്ട്. ഈ വാഹനങ്ങൾ അവിടെ എത്തുന്നതിനുള്ള മുറയ്ക്ക് വഴിയെ പോകുന്ന ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ അത് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം. മാത്രമല്ല അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യും. അടുത്ത ആംബുലൻസിന് കാത്തിരിക്കുന്നു ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ. അപ്പോഴാണ് കുന്നുകൂടി കിടക്കുകയാണ് സാധനം, 100 കണക്കിന് കിലോ സാധനം കിടക്കുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഒരു കമൻറ്റ് വന്നത്, അതായത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമില്ലാത്തവർ കടന്നു കയറരുത്, പത്രക്കാർ പോലും അകത്ത് കയറരുത്, ആരെങ്കിലും കാണണമെങ്കിൽ അവരെ വിളിച്ച് പുറത്ത് കൊണ്ടുവന്ന് നിങ്ങൾ സംസാരിക്കണം, അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്, അവർക്ക് പ്രൈവസി വേണം, അവർ ഉരുൾപൊട്ടലിൻ്റെ ദാരുണമായ രംഗത്ത് നിന്ന് രക്ഷപ്പെട്ടവരാണ്, അവരെ ശല്യപ്പെടുത്തരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ആവശ്യമില്ലാതെ ആഹാരങ്ങൾ വാരിക്കൂട്ടി കൊണ്ടുവരരുത്
ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, സർക്കാർ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഫിറോസ് ചോദിക്കുകയാണ്. നമ്മളെന്തായാലും വാങ്ങി കൂട്ടിപ്പോയി, ഇതെന്ത് ചെയ്യാം എന്നാലോചിക്കുമ്പോൾ ഫിറോസ് പറയാണ് നമുക്ക് നാളെയും മറ്റന്നാളും വെയിറ്റ് ചെയ്യാം. അതിൻ്റെ പിറ്റേ ദിവസം നമുക്കിതെല്ലാം കൂടി വീണ്ടും കയറ്റി അയക്കാം തിങ്കളാഴ്ച എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ കിടിലം ഫിറോസിനെയൊക്കെ നമിക്കാൻ തോന്നുന്നു എനിക്ക്. ഈ ചാനലിലിരുന്ന് ഹാർമോണിയപ്പെട്ടിയുടെ മുമ്പ് ഇരുന്ന് വാചകം അടിക്കുന്ന ഇവൻ 100 രൂപ കൊടുത്തിട്ട് പറയത്തത്, ഒരു കുപ്പി വെള്ളം വാങ്ങിച്ച് സഹായിച്ചിട്ട് പറയത്തത് ദ്രോഹി. എനിക്കെന്തോ അവനോട് വളരെ പുച്ഛം തോന്നുന്നു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ കിട്ടിയ സ്വർണം, ഇവിടെയൊക്കെയാണ് സത്യത്തിൽ മനുഷ്യനെ തിരിച്ചറിയുന്നത്. രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഒരു വീട്ടിൽ നിന്ന് കുറേ സ്വർണം കിട്ടി, അതിൽ കാണിക്കുന്നുണ്ട്. അത്രയും സ്വർണവും അവർ സർക്കാർ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു. എന്താ ആ സ്വർണം കൈ കിട്ടിയവന് പതുക്കെ പാൻ്റെ പോക്കറ്റിനകത്ത് ഇട്ടില്ല. ഇന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും മുകളിലേക്ക് ചെന്ന് കയറാൻ കഴിഞ്ഞത്. അവിടെ ചെന്ന് ഞങ്ങൾ വീടുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണിത്. അപ്പോൾ കിട്ടിയപ്പോൾ ഇത് ഉത്തരവാദിത്വത്തോടു കൂടെ കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ട് ഞങ്ങൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് പോവുകയാണ്. വളരെ ആത്മാർത്ഥമായിട്ടാണ് അവിടെ ആളുകൾ വർക്ക് ചെയ്യുന്നത്. മിനിയാന്ന് വന്ന ആളുകളുണ്ട്. ഈ ഒരു പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ച് ജീവൻ പണയം വെച്ച് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ ശ്ലാഘിക്കുക, പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സത്യസന്ധരായിരിക്കുക എന്ന് മാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാൻ കഴിയുള്ളൂ. ജെയ്സൺ ഫ്രാൻസിസ് എന്നാണ് പേര്. അദ്ദേഹം അറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല. ഇവിടെ ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബിലോങ്സ് കീപ്പ് ചെയ്തിട്ടുള്ള ഈ സാധനത്തിൽ നിന്നാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കിട്ടുകയാണെങ്കിൽ അത് പരമാവധി ഉത്തരവാദിത്തത്തിൽ കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് രക്ഷാപ്രവർത്തകരോട് പറയാനുള്ള ഒരു കാര്യം. ചിലപ്പോൾ നമ്മൾ ഇവിടെ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്, എന്ത് കിട്ടിയാലും എന്ത് വിലപിടിപ്പുള്ള സാധനങ്ങൾ കിട്ടിയാലും അത് കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വർണ്ണം ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ രക്ഷാപ്രവർത്തകർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നലെയൊക്കെ ആധാരം, സ്വർണം, അങ്ങനെയുള്ള വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ പോലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ ഏറ്റവും കൃത്യതയോടുകൂടി നമ്മളത് കൊടുക്കുകയും ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് കാണുന്നത്. രക്ഷാപ്രവർത്തകരെ അഭിനന്ദിക്കാതെ സാധ്യമല്ല. കാരണം അവർ വളരെ പണിപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ചുവന്ന കൺട്രോൾ റൂമിൽ തന്നെ കൊണ്ടുവന്നു. അതൊരു നല്ല മാതൃകയാണ്. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കണ്ടുകിട്ടിയാൽ അത് നിർബന്ധമായിട്ടും കൺട്രോൾ റൂമിലെ പോയിന്റിൽ ഏൽപ്പിക്കണം. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയുണ്ട്. അത് വളരെ കൃത്യതയോടുകൂടി സൂക്ഷിച്ച് അവരെ കണ്ടെത്തി അവർക്ക് തന്നെ കൊടുക്കുമെന്ന കാര്യത്തിൽ സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ആ വിധത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതിൽ നമ്മുടെ ഒരു ഫാദർ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഫാദർ ഡേവിസ് ചിറമേൽ, അദ്ദേഹം പ്രാർത്ഥിച്ച് കരയുന്ന വിഷയം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എല്ലാവർക്കും നമസ്കാരം. കേരളക്കരയാകെ കണ്ണീരിലാർന്ന് കണ്ണീരും കയ്യുമായി നിലവിളിക്കുന്ന ഈ സമയത്ത് ഞാൻ ഇന്നലെ വെളാങ്കണിയിലേക്ക് പോന്നു. എനിക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാനും പറ്റുന്നില്ല. പക്ഷേ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളെല്ലാം ഒന്നാണ് എന്ന് ഓർക്കാൻ ഈ അവസരം കാരണമാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ കണ്ണീര് കാണുമ്പോൾ കരളലിയുന്ന ജീവിയുടെ പേരാണ് മനുഷ്യൻ. ഓടി നടന്ന് രക്ഷാപ്രവർത്തനം ചെയ്യുന്നവരൊക്കെ കാണുമ്പോൾ ഈ ലോകത്ത് നന്മയുടെ തുരുത്തുകളുണ്ട് എന്ന് തിരിച്ചറിയുന്നു. ഒറ്റവർ നഷ്ടപ്പെട്ടു പോയവരുടെ കണ്ണീരും പ്രലാപവും ആർക്ക് തീർത്തു കൊടുക്കാൻ പറ്റും? നമ്മൾ ഒന്നാകണം. ഈ ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മുടെ സമൂഹത്തിൽ വരാതിരിക്കാൻ പരിശ്രമിക്കണം. ഒറ്റക്കെട്ടായി നിൽക്കണം. അമ്മയും സഹോദരിയും അരിയത്തേക്ക് ഒലിച്ചു പോകുന്നത് നേരെ മുമ്പിൽ കണ്ടു എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ നിർവികാര്യത ഞാൻ കണ്ടു. കരയാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. മഴ പെയ്തിറങ്ങുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഹൃദയത്തിൽ സങ്കടത്തിൻ്റെ വലിയ പേമാരിയാണ് പെയ്യുന്നത്. ഓടി നടക്കുന്ന എൻ്റെ സഹോദരങ്ങളെ കാണുമ്പോൾ ഈ ലോകത്ത് ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങളുണ്ടല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒറ്റക്കെട്ടായി നമ്മൾ നിൽക്കണം. ഒരു മനുഷ്യൻ്റെ സങ്കടങ്ങളിലും ദുരന്തങ്ങളിലും മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും വേദനകളുടെ നടുവിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ കരം എപ്പോഴും ഉണ്ടാകണം, കൂടെ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ചുറ്റുപാടുള്ള മനുഷ്യരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ അവരോടൊപ്പം നിൽക്കുക. അതാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ പ്രത്യേകത. നിലമ്പൂർ മോർച്ചറിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ സംസാരിക്കുന്നത് കേട്ടു. അനാഥരാകുന്ന കുട്ടികൾ, ഒറ്റപ്പെട്ടവരെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു. 100 പേർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം തരാമെന്ന് ബോബി ചെമ്മണ്ണൂർ, നമ്മുടെ ബോച്ചെ പറയുന്നുണ്ട്. 100 പേർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം സൗജന്യമായി ഞാൻ നൽകാം എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെയുള്ള നന്മ മരങ്ങൾ ഒരുപാടുണ്ടെന്ന് ഈ നാട്ടിൽ. അതിലെ ഷെഫ് ഉണ്ടല്ലോ, പ്രശസ്തനായ ഷെഫ് പിള്ള,
അദ്ദേഹം പറയുന്നു, അദ്ദേഹം മെനങ്ങാന്നോ ഇന്നലെയോ 1000 പേർക്കുള്ള ബിരിയാണിയുമായിട്ട് വയനാട്ടിൽ പോയി. സൗജന്യമായിട്ട് എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം വെച്ച് നൽകാമെന്നാണ് ഷെഫ് പിള്ള പറയുന്നത്. അയർക്കുന്നത്തെ ഒരു തുണിക്കടക്കാരനും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അലമാരയിൽ നിന്ന് മൊത്തം വലിച്ചു വാരി താഴെ ഇടും. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോടൊരു കാര്യം പറയുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കുന്ന പൈസ ഒന്നും വകമാറ്റി ചിലവാക്കാൻ കഴിയില്ല. അദ്ദേഹത്തിനടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനും കഴിയില്ല. എല്ലാം കാരണം കളക്ടർമാർ വഴി ചീഫ് സെക്രട്ടറിയിലേക്കാണല്ലോ ആ അക്കൗണ്ട് വരുന്നത്. വേണമെങ്കിൽ ഒരു കൊച്ചു കഥ കൂടെ പറയാം. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു മരണ വീട്ടിയിരിക്കുകയായിരുന്നു. മരണമൊക്കെ കഴിഞ്ഞു, സഞ്ചയനം കഴിഞ്ഞ സമയത്ത്. അവിടെ അധിക സമയം ഇരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി. ഞാനവിടെ ഇരിക്കുമ്പോൾ ആ ബന്ധുവിൻ്റെ വേറൊരു ബന്ധുവും കൂടെ ചേർന്ന് രാഷ്ട്രീയം പറയുകയാണ്. അപ്പോൾ ഈ രണ്ടുപേരെയും വ്യക്തമായ രാഷ്ട്രീയം എനിക്കറിയാം. അവർ ഞാൻ കേൾക്കാൻ വേണ്ടി സംസാരിക്കുകയാണ്. ഇവിടെ കേരളത്തിലൊക്കെ യവന്മാർ ഭരിച്ച് എന്തൊക്കെ കാണിക്കണേ. ശബരിമലയിൽ വരുന്ന കോടിക്കണക്കിന് രൂപ യവന്മാർ പുട്ടടിക്കുകയല്ലേ, മദ്രസകൾക്കും പള്ളികൾക്കും കൊടുക്കുകയല്ലേ, ഹിന്ദുക്കൾ കൊണ്ടുവന്ന് ഹൈന്ദവർ കൊണ്ടുവന്ന് കോവിലിൽ കൊണ്ടിടുന്ന പൈസ, ശബരിമലയിൽ കൊണ്ടിടുന്ന പൈസ മുഴുവൻ വകമാറ്റി ചിലവാക്കുകയാണ്. സഹി കേട്ടപ്പോൾ ഞാൻ അങ്ങ് പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ വളരെ മോശമായി പ്രതികരിച്ചു. ദേവസ്വം ബോർഡിൻ്റെ 1 രൂപ പോലും വകമാറ്റി ചിലവഴിക്കാൻ കഴിയില്ല എന്ന് ഈ മണ്ടന്മാർക്ക് അറിയില്ല. അതാണ് പ്രശ്നം. അതിപ്പോൾ എ കെ ആന്റണി ഭരിച്ചാലും ഉമ്മൻചാണ്ടി ഭരിച്ചാലും കരുണാകരൻ ഭരിച്ചാലും നയനാർ ഭരിച്ചാലും അച്യുതാനന്ദൻ ഭരിച്ചാലും പിണറായി ഭരിച്ചാലും നാളെ വേറെ ആരെങ്കിലും ഭരിച്ചാലും അല്ല ഇനിയിപ്പോൾ കെ സുരേന്ദ്രൻ തന്നെ ഭരിച്ചാലും ദേവസ്വം ബോർഡിലെ 1 രൂപയും വകമാറ്റി ചിലവാക്കാൻ കഴിയില്ല. അത് നിയമമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 1400 കോടി രൂപയാണ് ദേവസ്വം ബോർഡുകൾക്ക് അങ്ങോട്ട് ക്ഷേത്ര പുനരുദ്ധാരണം, ശമ്പളം, അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ കൊടുത്തത്. ഇത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ പറയുന്നതെന്നറിയില്ല. ദേവസ്വത്തിൻ്റെ മുഴുവൻ പൈസയും എടുത്ത് പള്ളികൾക്കും, ക്രിസ്ത്യാനികളുടെ പള്ളികൾക്കും ഹിന്ദുക്കളുടെ മോസ്കുകൾക്കും കൊടുക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനാണ്. അതുപോലെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പൈസ കൊടുത്താൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കിട്ടില്ല എന്ന് പറയുന്നത് 100% കള്ളമാണ്. ആ ഹാർമോണിയപ്പെട്ടി വെച്ചുകൊണ്ട് വായിച്ച് വർത്താനം പറയുന്ന ആ വിവരം കെട്ടവൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ഞാൻ മനുഷ്യ പക്ഷത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു കാരണവശാലും അവൻ പറയുന്നത് വിശ്വസിക്കരുത്. നട്ട കുറുക്കാത്ത നുണ പ്രാസ ഒപ്പിച്ച് വാചകം അടിച്ച് നിങ്ങളെ പറ്റിക്കുന്നതാണെന്ന് ഞാൻ പറയും. കഴിയുമെങ്കിൽ ഈ വാർത്താ ചാനലുകൾ വയ്ക്കാതിരിക്കൂ. അതാണ് ഇതിനുള്ള ഏക പോംവഴി എന്ന് ഞാൻ പറയും. നമ്മളെന്തിനാ വെറുതെ BP കൂട്ടണം ശരീരത്തിൽ? ഞാൻ വയ്ക്കാറില്ല. ഇപ്പോൾ ഞാൻ ആ ചാനലിൻ്റെ തലവനായ ആളിനോട് ഒരിക്കൽ മെസ്സേജ് ഇട്ടാണ്, ഞാൻ എല്ലാ ചാനലുകളുടെയും വാർത്ത ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ചാനൽ സ്ഥിരമായി കാണുന്നു എന്ന് ഞാനൊരു മെസ്സേജ് ഇട്ടപ്പോൾ എനിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നന്ദി ദിനേശ് എന്നൊക്കെ പറഞ്ഞ് മറുപടി വന്ന ആളാണ്. പക്ഷേ ഇപ്പം ഞാൻ ആ ചാനൽ വയ്ക്കില്ല. കാരണം ഈ ഏതൊക്കെയോ ചാനലിൽ നിന്ന് ചാടി ചെന്ന ഈ ചെറുക്കൻ 6.5 അടി പൊക്കമുള്ള 2 കടുവയ്ക്ക് തിന്നാനുള്ള തടിയുള്ള അലവലാതി ചെറുക്കൻ നട്ട കുരുക്കാത്ത നുണ കഥാപ്രസംഗം പറയുമ്പോൾ ഹാർമോണിയപ്പെട്ടിയും വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ് വയ്ക്കാത്തത്. എൻ്റെ അത്രയും രോഷം കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാർ മരിച്ച്, ഇത്രയും ഭൂമി കാണാതായി, ഇത്രയും വീടുകളില്ലാതായി ദുരിതം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നട്ടാകുരുക്കത്തെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നുമില്ലെങ്കിൽ അവന് ഞാൻ കേൾക്കട്ടെ, ആ 189 മരിച്ചുപോയ ആത്മാക്കളുടെ എന്തെങ്കിലും ഒരു പുണ്യം അവന് കിട്ടുമോ? ആ 189 പേരിന് ഈ ശാപമല്ലേ അവന് കിട്ടും? ഉറപ്പായിട്ട് അവന് കിട്ടും. നിങ്ങൾ ഏറ്റവും അടുത്ത സമയത്ത് നോക്കിയോ, ഈ ദ്രോഹിക്ക് അതിൻ്റെ ശാപം കിട്ടും. നമ്മളിപ്പോൾ ഒന്ന് മന്ത്രിസഭ തന്നെ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. രാവിലെ ക്യാബിനറ്റ് യോഗം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റു തരത്തിലുള്ള ഒരു വസ്തുക്കളും നിലവിൽ ആവശ്യമായിട്ടില്ല. അത് പ്രത്യേകിച്ചും അവിടെ നിന്ന് തന്നെ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് സഹായങ്ങളും അവിടെ തന്നെ ലഭ്യമാണ്. ഒരു വലിയൊരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മലയാളികളുടെ പൊതുവായ ഒരു രീതി ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് പരമാവധി സഹായിക്കുക, ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ്.
അപ്പോൾ പലയിടങ്ങളിലും അത്തരം മനസ്സോടു കൂടി തന്നെ വാഹനങ്ങളെടുത്ത് അവിടേക്ക് എത്തുമ്പോൾ ഇന്ന് രാത്രി തന്നെ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ അവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾക്ക് പല തടസ്സങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും വാഹനങ്ങളിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് ആരും തന്നെ പോകേണ്ടതില്ല. അങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളും മനുഷ്യജീവൻ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളെയും അവരറിയാതെ തന്നെ തടസ്സപ്പെടുത്തുകയായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആരും തന്നെ ഇടപെടേണ്ടതില്ല. രണ്ട്, ഇപ്പോൾ കൊച്ചിയിൽ തന്നെ നമുക്കറിയാം, ഈ റീജിയണൽ സ്പോർട്സ് സെൻ്ററിൽ ഏത് ദുരന്തം നാട്ടിലുണ്ടായാലും അപ്പം തന്നെ എറണാകുളത്തിൻ്റെ പൊതുവെ മലയാളിക്കൊപ്പം തന്നെ നമ്മുടെ നാടും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളിൽ സഹായിക്കാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയലുകൾ അധികം തന്നെ നമുക്ക് കളക്ഷൻ നടത്തേണ്ടതില്ല എന്ന് തന്നെയാണ് കണ്ടത്. എന്തെങ്കിലും വാങ്ങി വച്ചിട്ടുള്ള ആളുകൾ കൊടുക്കാൻ വേണ്ടി വച്ചിട്ടുള്ളതുണ്ടെങ്കിൽ മാത്രം ശേഖരിക്കുക. അതിനു വേണ്ടി ഒരു ക്യാമ്പയിൻ്റെ ആവശ്യമില്ല. കാരണം അത് നമുക്ക് ക്രമീകരിക്കാൻ കഴിയുന്നതാണ്. പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഇനി വലിയൊരു ഉത്തരവാദിത്വം നാടാകെ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ സന്ദർഭത്തിലും ഇതിൻ്റെ തുടർച്ചയിലും അതിനാവശ്യമായിട്ടുള്ള ഒരു കൈകോർക്കൽ നല്ല രീതിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് 9 മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്ത് വയനാട്ടിലെ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് നാളെ പലതരത്തിലുള്ള യോഗങ്ങൾ അവിടെ ചേരുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്, പ്രതിപക്ഷവും അവിടെ തന്നെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി നമ്മുടെ നാട് ഒരേ മനസ്സോടുകൂടി ഇപ്പോൾ ഈ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് പ്രധാനമായിട്ടും നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കമ്പനികൾ, സ്ഥാപനങ്ങൾ അവരുടെ CSR ഫണ്ട് പരമാവധി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയണം. വ്യക്തികൾ ചെറിയ സംഭാവനയാണെങ്കിൽ പോലും അത് വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന ധാരണയിൽ അവരുടെയും സംഭാവനകൾ, ഇപ്പോൾ ഇവിടെ പലരും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് QR കോഡ് ഉൾപ്പെടെ അതുപോലെ മറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിയാവുന്ന രൂപത്തിൽ, ഇപ്പോൾ 10 രൂപയെങ്കിൽ 10 രൂപ, 1000 രൂപയെങ്കിൽ 1000, അതിനപ്പുറത്താണെങ്കിൽ അതിനപ്പുറത്തേക്ക്. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മറ്റത് നമുക്ക് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ വേസ്റ്റായി പോകുന്ന സാഹചര്യം ഉണ്ടാവും. പല ഘട്ടങ്ങളിലും നമ്മുടെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. കോഴിക്കോടും അതുപോലെ കണ്ണൂരൊക്കെ ആയിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ അടുത്ത് തന്നെ ആവശ്യമായ സാധനങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ള ഭാഗം. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞ മനുഷ്യനെ തെറി വിളിക്കുകയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എന്ന് പറയാം. ഭരിക്കുന്നവരെ വിളിക്കില്ല, ഭരിക്കാത്തവർ വിളിക്കുക. അവരധികാരത്തിൽ കയറി അവർ ചെയ്യില്ല. ഇപ്പോൾ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു, വയനാടൻ ചുരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ അതിനെ പ്രകൃതിയെ നോവിക്കാതിരിക്കുക, അനധികൃതമായ കെട്ടിടങ്ങൾ. ഞാൻ പറയുന്നത് ഈ ഒലിച്ചു പോയതെല്ലാം അവിടുത്തെ ഒരുപാട് ഹൈടെക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടല്ലോ, ആ കെട്ടിടങ്ങൾ മുഴുവൻ ഒലിച്ചു പോയാൽ എനിക്ക് ഒരു പുല്ല് പ്രയാസം വരില്ലായിരുന്നു. അവിടെ കൊഴുപ്പുള്ളവന്മാരെല്ലാം കൊണ്ടുവന്ന് മലകളെല്ലാം വെട്ടിത്തുറന്ന് ഒരുപാട് ടൂറിസ്റ്റ് ബംഗ്ലാവുകൾ ഉണ്ടാക്കി അവിഹിതമായ കാര്യങ്ങൾക്ക് കൊടുക്കുകയാണല്ലോ. ഞാൻ പറയുന്ന ആ ദ്രോഹികളുടെയൊക്കെ ഒലിച്ചു പോകണമായിരുന്നു, അല്ലാതെ ഈ കൊച്ചു കൊച്ചു കുടിലുകളല്ല ഒലിച്ചു പോവേണ്ടത്. മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞ മനുഷ്യൻ വളരെ ദീർഘവീക്ഷണത്തോട് സംസാരിച്ചു. നിങ്ങൾ മലനിരപ്പുകളെ വെട്ടി നിരപ്പാക്കരുത്, മലയുടെ മേളിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. നിങ്ങളവിടെ സ്വിമ്മിംഗ് പൂളുകളൊക്കെ ഉണ്ടാക്കി വെള്ളത്തിനെ കെട്ടി നിർത്തിയാൽ വെള്ളത്തിൻ്റെ മൊത്തം പ്രഷർ താഴേക്ക് പോയിട്ട് അത് വിള്ളലുണ്ടാക്കി എല്ലാം കൂടി ഇടിഞ്ഞ് താഴെയുള്ള ഹതഭാഗ്യരായ മനുഷ്യരുടെ പുറത്തേക്ക് മറിയും. അതുകൊണ്ട് ഇനിയെങ്കിലും വയനാടിനെ വെറുതെ വിടൂ എന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞപ്പോൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമേ അതിനെ പിന്താങ്ങി സംസാരിച്ചുള്ളൂ, PT തോമസ്, അന്നത്തെ MP. അതുകൊണ്ട് എന്ത് പറ്റി? അടുത്ത ഇലക്ഷനിൽ അയാളെ തോപ്പിച്ചു. എടാ, നീ പ്രകൃതിക്ക് വേണ്ടി സംസാരിക്കും, മനുഷ്യന് വേണ്ടി സംസാരിക്കില്ലടാ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തെ തോപ്പിച്ചു. PT തോമസിനെ, മേളിൽ നിൽക്കുന്ന PT തോമസ് ഇത് കേൾക്കട്ടെ. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇനിയെങ്കിലും സർക്കാർ, കേരള സർക്കാർ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കണമെന്നേ. കേന്ദ്ര സർക്കാരിന് ചിലപ്പോൾ 10 വോട്ടിൻ്റെ പേടി കാണും, അച്ഛന്മാരെല്ലാം കൂടെ നമ്മളെ ഒതുക്കിയാലോ. ഇപ്പം തന്നെ ഏതോ ഒരുത്തും കമൻ്റ് ഇട്ടിരിക്കുന്നു, മരിച്ചതിൽ ഭൂരിപക്ഷവും 2 പള്ളികളിലുള്ളവന്മാരാണല്ലോ, അതായത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആണല്ലോ, നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്നൊരുത്തൻ കമൻ്റ് ഇട്ടിരിക്കുന്നു. സാമദ്രോഹി. മനുഷ്യരായി കാണാൻ പഠിക്കൂ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കുറയ്ക്കൂ. ഇപ്പം നമുക്ക് ആവാസ വ്യവസ്ഥ വേണം, നമുക്ക് താമസിക്കണ്ടേ, ജീവിക്കണ്ടേ, കൃഷി ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച് മലയിടിച്ച് കൃഷി ചെയ്ത്, കഞ്ചാവ് വരെ കൃഷി ചെയ്ത് മലയുടെ എല്ലാ ജൈവികമായ രീതികളെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ ഒരു അടിയന്തര ഫലമാണ് നമ്മളിപ്പോൾ കണ്ടത് വയനാട്ടിൽ. ഇനിയെങ്കിലും അത് സംഭവിക്കാതിരിക്കാൻ സർക്കാർ അടിയന്തരമായി നടപടിയെടുക്കണം. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ പ്രകൃതിക്കൊക്കെ ഒരുപാട്, പ്രകൃതികൾക്കും മരങ്ങൾക്കും ഒക്കെ ഒരുപാട്
എന്താ പറയുക പിന്തുണച്ചിരുന്നവരായിരുന്നു. കാലം മാറിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ പിന്നാലെ പോയി. ഇതാ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് തെക്കാട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയുണ്ട്, പ്രസവാശുപത്രി. അതിൻ്റെ മുന്നിൽ 100-150 വർഷം പഴക്കമുള്ള ഒരു ആൽമരം നിന്നിരുന്നു തണലേക്കൊണ്ട് വിശാലമായ രീതിയിൽ ആർക്കും ദ്രോഹമില്ലാതെ. ഇപ്പോൾ ഇവിടെ 4 വരി പാത ഉണ്ടാക്കിയപ്പോൾ ആദ്യം ചെയ്തത് ആ പാതയ്ക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമോ എന്ന് പോലും നോക്കാതെ 15-20 ദിവസം എത്രയോ JCBകളുടെ ഈ ചിലവൊക്കെ ഒടിഞ്ഞിട്ട് പോലും അതിനെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ അടിവേര് വരെ അറക്കുന്ന രീതിയിൽ ആൽമരം മുറിച്ചു മാറ്റി. ഞാൻ അപ്പോൾ ആലോചിക്കായിരുന്നു സുഗതകുമാരി ടീച്ചർ പോയതിൻ്റെ നഷ്ടം. അവരുണ്ടായിരുന്നെങ്കിൽ ആ മരത്തിൻ്റെ മുന്നിൽ കയറി കിടന്നാണ്. ഒരു ദ്രോഹം ചെയ്യാതെ നിന്ന ആ ആൽമരത്തിന് 150 വർഷം പഴക്കമുള്ളതിനെ ഊരാളിങ്കൽ സൊസൈറ്റിയാണ് ഈ റോഡ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ എവിടെയെങ്കിലും വെച്ച് അതിൻ്റെ തലവനായ രമേഷ് എന്ന് പറഞ്ഞ ആളിനെ കണ്ടാൽ, എൻ്റെ ചെയർമാനെ കണ്ടാൽ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ റോഡ് വീതി കൂട്ടി തന്നാൽ നിങ്ങൾ ആദ്യം പോയി ഒരു ദ്രോഹവുമില്ലാത്ത മരങ്ങളെ പിഴുതു മാറ്റുന്നത് എന്തെന്ന് ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കും. എനിക്ക് പരിചയമുണ്ട്. 150 വർഷത്തിലധികം പഴക്കമുള്ള ആ ആൽമരത്തിനെയാണ് ആദ്യം പിഴുതു കളഞ്ഞത്. ഇപ്പോഴും ഞാൻ അവിടെ തൈക്കാട് ആശുപത്രിക്കകത്തുള്ള ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ മരം എന്തിനു ഇവർ പിഴുതു? ആ മരം ഒരു ദ്രോഹമില്ല എന്നതാണ്. പക്ഷേ ഇവിടുത്തെ സർക്കാർ അനങ്ങിയില്ല എന്നുള്ളതാണ്. സർക്കാർ പ്ലാൻ കൊണ്ടുവരണം പറഞ്ഞേ, എടോ ഈ മരത്തിൽ തൊട്ടുപോരെന്ന് പറയണ്ടേ. ഇവിടെ വനം വകുപ്പ് മന്ത്രിയൊക്കെ ഉണ്ടല്ലോ, ഒരു വായിക്കുകൊള്ളാത്ത, ഒരു പ്രകൃതിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരു വനം വകുപ്പ് മന്ത്രി. ഭരിക്കുന്നവർക്ക് ആർക്കും താല്പര്യമില്ല എന്ന് തോന്നുന്നു. ഇപ്പം മരങ്ങളും പുഴകളും കുന്നുകളും അതിൻ്റെ ദാരുണ ഫലമാണ് വയനാട്ടിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഭരണം മാറി വന്നാലും ഇങ്ങനെ തന്നെ സ്ഥിതി. എല്ലാവർക്കും 10 പുത്തൻ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. നാളെ ഭരണം മാറി വന്നാലും ആ വരുന്നവരും ഇത് തന്നെ ചെയ്യും. റോഡിലെല്ലാം നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിച്ച് കളയും. മാധവ് ഗാഡ്ഗിൽ ദീർഘവീക്ഷണത്തോടെ പറഞ്ഞ കാര്യങ്ങൾ അല്പമെങ്കിലും ആർജവം പിണറായി വിജയൻ ഉണ്ടെങ്കിൽ ഇനിയുള്ള 2 വർഷക്കാലം ഒരു അനധികൃതമായ ഒരു കെട്ടിടവും അവിടെ CPI കെട്ടിവെച്ച അനധികൃതമായി ഒരു രേഖയുമില്ലാതെ കെട്ടിവെച്ച കെട്ടിടം മാന്താൻ പോയതിൻ്റെ പേരിലല്ലേ അച്യുതാനന്ദനെ തള്ളിയിട്ടെ. അച്യുതാനന്ദൻ 3 കരിമ്പുലികൾ അങ്ങോട്ട് വിട്ടല്ലോ. ആ കരിമ്പുലികൾ ആദ്യം ചെയ്തത് ഒരു പേപ്പറും ഇല്ലാതെ പൊതുസ്ഥലത്ത് കെട്ടിവെച്ച CPIയുടെ ഓഫീസ് വിളിക്കാൻ പോയിടത്താണല്ലോ പ്രശ്നം തുടങ്ങുന്നത്. അന്ന് പ്രശ്നം തുടങ്ങുമ്പോൾ CPIയുടെ ഓഫീസ് പൊളിക്കാൻ ഇറങ്ങുമ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ CPIക്കാരൻ്റെ കൂടെ ചേർന്ന് PS-നെ ഒറ്റ കൊടുത്തു. പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഇവിടെ ഇരുന്ന് പറഞ്ഞു. നമ്മളെ ചാനൽ സിനിമാ ചാനലായതുകൊണ്ടും നമ്മൾ സംസാരിക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ചായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പ്രകൃതിക്ക് വേണ്ടി നിൽക്കാതെ എന്ത് കമ്മ്യൂണിസം, മനുഷ്യപക്ഷത്ത് നിൽക്കാതെ എന്ത് കമ്മ്യൂണിസം എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ധാർമ്മികമായി കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എൻ്റെ മനസ്സ് അങ്ങ് വിങ്ങുകയാണ്. ഒരുപാട് രോഷമുണ്ട് എനിക്ക് ഭരിക്കുന്നവരോട്. ഞാൻ ഇത്രയും ഇപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ നടപ്പിലാക്കാവുന്ന കാര്യങ്ങളെങ്കിലും വയനാട്ടിൽ നടപ്പിലാക്കണം. അതിന് സംസ്ഥാന സർക്കാർ ആർജവം കാണിച്ചില്ലെങ്കിൽ വലിയ വാചകം അടിക്കുന്ന കേന്ദ്ര സർക്കാരെങ്കിലും, ഇപ്പം കണ്ടില്ലേ, പറഞ്ഞിട്ടില്ല, അമിത്ഷാ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകി. എന്ത് കോപ്പ് മുന്നറിയിപ്പ് നൽകി? നേരം വെളുക്കുമ്പോൾ കൊണ്ടുവന്ന് പാതിരാത്രിക്ക് കൊണ്ടുവന്ന് മുന്നറിയിപ്പ് കൊടുത്താൽ അത് നാളെ നേരം വെളുക്കുമ്പോൾ ഉരുൾപൊട്ടുമെന്ന്. ഇങ്ങനെയൊന്നും അല്ലെന്നേ ചെയ്യണ്ടേ. അത് പോട്ടെ, അതൊന്നും അല്ല ഇവിടെ പറയേണ്ടത്. സംസ്ഥാനം കേന്ദ്രത്തെയും കേന്ദ്ര സംസ്ഥാനത്തെയും അധിക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിർമ്മലാ സീതാരാമനോട് പറഞ്ഞ് ഈ വയനാട്ടിലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട കൃഷിഭൂമിയും മനുഷ്യജീവനും ഒക്കെ വില കൊടുക്കാനുള്ള സഹായം സംസ്ഥാന സർക്കാരിന് നൽകാൻ നിർമ്മല സീതാരാമനോട് പറയൂ അമിത്ഷാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. ഇനിയെങ്കിലും കേരളം ഭരിക്കുന്നവർ പ്രകൃതിയെ ഇങ്ങനെ വേട്ടയാടരുത് എന്ന് പറഞ്ഞു. ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഒരു മരം നടുന്നതിലായാലും ശരി, ഒരു മരം പിടുന്നതിലായാലും ശരി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടപെടുമായിരുന്നു. ഇപ്പോൾ ആ സംഘടന ഉണ്ടോ എന്ന് പോലും ഒക്കെ അറിഞ്ഞൂടാ. ഒരു കടലാസ് സംഘടന പോലെ ആയിപ്പോയി. ഞാൻ കുറേ കാലം അതിലെ തെരുവ് നാടകത്തിലുണ്ടായിരുന്ന ആളാണ് ഞാൻ. എല്ലാവരും മടുപ്പ്, അല്ലെങ്കിൽ നമുക്കെന്തെന്നേ എങ്ങനെ പണ്ടാരം ഭരിച്ചോണ്ട് പോട്ടെ എന്നുള്ള രീതിയിൽ വിടുകയാണ്. വിടരുത്. അതിന് ഏത് ദൈവം തമ്പുരാൻ ഭരിച്ചാലും വിടരുത്. തടയേണ്ടവനെ തടയണം, പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞുപോയ, നമ്മളാരും കണ്ടിട്ടില്ല എങ്കിലും നമ്മുടെ സഹോദരങ്ങളായ 189 ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ 189 ആത്മാക്കൾ മാത്രമല്ല, മണ്ണിനടിയിൽ കിടക്കുന്ന 425 പേരിൽ എത്ര പേർക്ക് ജീവനുണ്ട്, എത്ര പേർക്ക് ജീവനില്ല, എത്ര മൃതശരീരങ്ങൾ തിരിച്ചു കിട്ടും, ഒന്നും അറിയില്ലല്ലോ നമുക്ക്. അങ്ങനെ പെട്ടുപോയ ഹതഭാഗ്യരായ എൻ്റെ കുഞ്ഞുങ്ങൾക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും വേദന വന്നാൽ, പ്രത്യേകിച്ചും ആ ഹർമണിപ്പട്ടി വായിക്കുന്ന ആലോലാതി ചെറുക്കന് വേദന വന്നാൽ, നിന്നെ ഞാൻ മനഃപൂർവ്വമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട്, നീ ഇനിയെങ്കിലും നാക്കിന് സെൻസർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്,
ഒരു വലിയ ദുരന്തമുഖത്തൊരു സംസ്ഥാനം നിൽക്കുമ്പോൾ അതിനെ എന്ത് സഹായം ചെയ്യാനായിട്ട്, ജീവൻ മറന്ന് സഹായം ചെയ്യാനായിട്ട് കയ്യും മെയ്യും മറന്ന ആൾക്കാർ നിൽക്കുമ്പോൾ നിന്നെപ്പോലെ ഒരുത്തൻ സന്ധ്യാനേരത്തിരുന്ന് അനാവശ്യങ്ങൾ പറയുന്നതാ തെമ്മാടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകം വിട്ടുപോയ 189 പേർക്കും മണ്ണിനടിയിൽ നമ്മൾ കാണാതെ കിടക്കുന്നവർക്കും എല്ലാം നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.